അണിഞ്ഞൊരുങ്ങി പൊന്നാനിയിലെ കലാഗ്രാമം. നിള പൈതൃക മ്യൂസിയത്തിന്റെ പ്രവൃത്തികൾ അന്തിമഘട്ടത്തിലേക്ക്. മ്യൂസിയത്തിലെ ലാൻഡ്സ്കേപ്പിംഗ് പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്. സമ്പന്നമായ നിളയുടെ സംസ്കാരത്തെയും ഭാരതപ്പുഴയുടെ മടിത്തട്ടിലെ സാഹിത്യ സാംസ്കാരിക ശാസ്ത്രകിടങ്ങളെയും പുതുതലമുറയ്ക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെ പൊന്നാനിയിൽ നിർമ്മിക്കുന്ന കലാഗ്രാമത്തിന്റെ പ്രവൃത്തികളാണ് അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്നത്. സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട നിലനിന്നിരുന്ന തർക്കങ്ങൾ പരിഹരിച്ചതോടെയാണ് കലാഗ്രാമത്തിന്റെ മുൻവശത്തെ ലാൻഡ്സ്കേപ്പിംഗ് പ്രവൃത്തികൾക്ക് തുടക്കമായത്. 4 കോടി രൂപ ചെലവിലാണ് ലാൻഡ്സ്കേപ്പിംഗ് നടക്കുന്നത്. കൂടാതെ കലാഗ്രാമത്തിന്റെ സൗന്ദര്യവൽക്കരണ പ്രവൃത്തികളും നടക്കുന്നുണ്ട്. നിലവിലെ പ്രവൃത്തികൾ പൂർത്തീകരിച്ച ഫെബ്രുവരി 2ാം വാരത്തിൽ കരാറുകാരായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടിംഗ് സൊസൈറ്റി പദ്ധതി കൈമാറും. 2016ലാണ് നിർമ്മാണം ആരംഭിച്ചത്. 8 വർഷത്തിനിടെ പലതവണ പദ്ധതി പാതിവഴിയിൽ നിലയ്ക്കുകയും ചെയ്തിരുന്നു. പലതവണ നിർമ്മാണം പൂർത്തീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടും പദ്ധതി ഇഴയുകയായിരുന്നു. നിളയുടെ ഉത്ഭവം തൊട്ട് കടലിൽ ഒഴുകിയെത്തുന്നതുവരെ നിള നദിയുടെ യാത്ര, നദീതട സംസ്കാരാനുഭവങ്ങൾ, നിളയുടെ തീരത്തെ നവോത്ഥാനവും ദേശീയ പ്രസ്ഥാന പോരാട്ടങ്ങളും, രാഷ്ട്രീയ മുന്നേറ്റം, ശാസ്ത്രം, മിത്തുകൾ എല്ലാം ഒഴുകിയെത്തുന്ന പൊന്നാനി എന്നീ വിഭാഗങ്ങളിലാണ് മ്യൂസിയത്തിനുള്ളിലെ കാഴ്ചകൾ ഒരുക്കിയിട്ടുള്ളത്. നിളയുടെ തീരത്തെ സൈനുദ്ദീൻ മഖ്ദൂമും എഴുത്തച്ഛനും പൂന്താനവും ഉൾപ്പെടെയുള്ള സമ്മിശ്രഭാവങ്ങളുടെ സങ്കലനം പുതുതലമുറയ്ക്ക് ഇവിടെ അനുഭവവേദ്യമാകും. പഴയകാല പായ്ക്കപ്പൽ മാതൃക സൃഷ്ടിച്ചാണ് ഖവാലി കോർണർ ഒരുക്കിയിരിക്കുന്നത്. മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2.5 കോടി രൂപയും ടൂറിസം വകുപ്പിൽ നിന്ന് 5.5 കോടി രൂപയും ചെലവഴിച്ചാണ് മ്യൂസിയം നിർമ്മിച്ചത്. 2 ഏക്കറിൽ 17,000 ചതുരശ്ര അടിയിൽ ഒരുങ്ങിയ മ്യൂസിയം ഭിന്നശേഷി സൗഹൃദവും കാഴ്ചാപരിമിതർക്കും ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. രാജ്യത്തെ ആദ്യത്തെ ബ്ലൈൻഡ് ഫ്രീ മ്യൂസിയം കൂടിയാണിത്. ഇതോടെ കർമ്മ പുഴയോര പാത മുതൽ നീള മ്യൂസിയം വരെ ലാൻഡ്സ്കേപ്പ് ചെയ്ത ക്യാമ്പസും, മുറ്റത്ത് ഓപ്പൺ ഓഡിറ്റോറിയവും, ഖവാലി പാർക്കും, മ്യൂസിയത്തിൻ്റെ പിൻവശം ഉൾപ്പെടെ മുഴുവൻ ഭാഗങ്ങളും ഉപയോഗിക്കുന്ന തരത്തിലാണ് ക്യാമ്പസ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം ക്യാമ്പസിൻ്റെ ഒരു ഭാഗത്ത് സ്വാഭാവിക വനം രൂപപ്പെടുത്തുന്ന മിയാവാക്കി ഫോറസ്റ്റും ക്രമീകരിച്ചിട്ടുണ്ട്. മ്യൂസിയം ഉടൻ തുറക്കാനുള്ള പരിശ്രമത്തിലാണ് ടൂറിസം വകുപ്പും പദ്ധതി ഏറ്റെടുത്ത് നടത്തുന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടിംഗ് സൊസൈറ്റിയും. NCV ന്യൂസ്, പൊന്നാനി. Calicut Notebook, fusion experience with a slice of Malabar. Forum Center Mall, Edappal, Malappuram. We are also at Abu Dhabi, Dubai, Sharjah, Ajman, Qatar and Kochi.